ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്സിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഓക്കെ, മാത്സിലെ ഏകദേശം എല്ലാ ടോപ്പിക്സും കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കായി ഇൻ്റഗ്രേഷനാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഇതുവരെയുള്ള പോർഷൻസൊക്കെ നല്ലോണം നോക്കുക, എന്നിട്ട് ഇൻ്റഗ്രേഷനിലേക്ക് കടക്കുക. അപ്പോൾ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻ്റഗ്രേറ്റിംഗ് സംതിങ് അല്ലേ, കൂട്ടുകയാണ് ആക്ച്വലി. അപ്പം ഡിഫറൻസിയേഷന് നേരെ റിവേഴ്സ് പ്രോസസ്സാണ് ആര് നമ്മുടെ ഇൻ്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു ഫംഗ്ഷൻ d/dx ഓഫ് 5x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി f of x അല്ലേ. ഇത് നേരെ തിരിച്ച് എഴുതുക, ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുത്ത് ഇത് ആൻസർ കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് f of x dx എന്ന് പറഞ്ഞാൽ ആൻസർ വിൽ ബി വാട്ട് 5 of x. വേറൊരു ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ചെയ്ത് f of x കിട്ടി, അതിനെ തിരിച്ച് ഇൻ്റഗ്രൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, തിരിച്ച് ആ ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, ഈ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഒരെണ്ണം കൂടി ശ്രദ്ധിക്കണം, ഇതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് സിയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം അതെന്താണെന്ന് വെച്ചാൽ കാരണം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 0 ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ കോൺസ്റ്റൻറ്റ് നമ്മളിവിടെ ആഡ് ചെയ്യണം, അതുകൊണ്ടാണ് എന്ത് ചെയ്യണം പ്ലസ് സി എന്ന് വെക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പം ഈ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ആണ്. അപ്പോൾ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇതിന് വിളിക്കുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ. ക്ലിയർ. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് പ്രോസസ്സാണ്, സമ്മേഷൻ പ്രോസസ്സ് അല്ലേ. അപ്പം ഇൻ്റഗ്രൽ എന്നാൽ സമ്മേഷനാണെന്ന് പറയുക, ഡിഫറൻസിയേഷൻ ഡിവിഷൻ എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കുറേ റിസൾട്ട്സ് നമുക്ക് പഠിക്കാനുണ്ടായെന്ന് തന്നെ. അപ്പോൾ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും എന്ത് ചെയ്യാം, കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, അപ്പം ഡിഫറൻസിയേഷൻ എഴുതണമെന്നില്ല, കാരണം ഡിഫറൻസിയേഷനെ പറഞ്ഞു പോവാം, ഇൻ്റഗ്രേഷനല്ല നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ മാത്രം നോക്കാം. ആദ്യം ഫസ്റ്റ് വൺ ഇൻ്റഗ്രൽ x⁻n dx എന്താണെന്ന് പറഞ്ഞാൽ x⁻n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് സി. അപ്പോൾ ആദ്യത്തെ ഡിഫറൻറ്റ് ഇൻ്റഗ്രലാണ് ഇൻ്റഗ്രൽ x⁻n എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ x⁻n+1 ഡിവൈഡഡ് ബൈ n+1. ക്ലിയർ. അതുപോലെ രണ്ടാമത്തെ റിസൾട്ടാണ് ഇൻ്റഗ്രൽ sin x dx. എന്താണ്, ഇറ്റ് ഈസ് മൈനസ് cos x dx. നമുക്ക് ഡിഫറൻഷ്യൽ sin x എന്തായിരുന്നു, cos x ആയിരുന്നു. പക്ഷേ ഇൻ്റഗ്രൽ sin x എന്ന് പറഞ്ഞാൽ മൈനസ് cos x പ്ലസ് സി. അടുത്തത് ഇൻ്റഗ്രൽ cos x dx. നമ്മുടെ ഡിഫറൻഷ്യൽ cos x എന്തായിരുന്നു, മൈനസ് sin x ആയിരുന്നു. ഇവിടെ ഇൻ്റഗ്രൽ cos x എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ ബി മൈനസ് സൈൻ പോവും, sin x പ്ലസ് സി. ക്ലിയർ. ഇനി അടുത്തതാണ് ഇൻ്റഗ്രൽ sec²x dx. ഇൻ്റഗ്രൽ sec² dx എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി tan x. അത് നമ്മുടെ ഡിഫറൻഷ്യൽ d/dx ഓഫ് tan x എന്ന് തന്നെയായിരുന്നു, sec² ആയിരുന്നു. അതുകൊണ്ട് അത് പ്രശ്നമല്ല. ഇൻ്റഗ്രൽ sec² എന്ന് പറഞ്ഞാൽ dx എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി tan x. നെക്സ്റ്റ് ഇൻ്റഗ്രൽ cosec x ഇൻറ്റു cot x. ഇതെന്തായിരുന്നു, നമ്മുടെ ഡിഫറൻഷ്യൽ എന്തായിരുന്നു, ഡിഫറൻഷ്യൽ ഓഫ് cosecant x ആണ് എന്ത്, cosecant x ഇൻറ്റു മൈനസ് cosec x ഇൻറ്റു cos x അല്ലേ, cot x. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് സാധനം. ഇൻ്റഗ്രൽ cosec x ഇൻറ്റു cot x എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മൈനസ് cosecant x, കാരണം നേരത്തെ അവിടെ മൈനസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മൈനസ് cosecant x പ്ലസ് സി. ക്ലിയർ. സിമിലർലി ഇൻ്റഗ്രൽ sec x tan x dx എന്തായിരിക്കും, ഇറ്റ് വിൽ ബി sec x തന്നെ, കാരണം ഡിഫറൻഷ്യൽ ഓഫ് sec x ആയിരുന്നു എന്ത്, sec x tan x. അതുകൊണ്ട് അതിന് ഇൻ്റഗ്രൽ sec x tan x എന്ന് പറഞ്ഞാൽ തന്നെയാണ് sec x പ്ലസ് സി. അടുത്ത ഇൻ്റഗ്രൽ cosecant square x dx. എന്താണ് cosecant square x dx, cot x-ൻ്റെ ഡിഫറൻഷ്യലാണ് എന്ത്, മൈനസ് cosecant square x dx. അപ്പോൾ ഇൻ്റഗ്രൽ cosecant square dx എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി മൈനസ് cot x പ്ലസ് സി. ക്ലിയർ. സെയിം സാധനമാണ്, ഇവിടെയാണ് ചെറിയൊരു വ്യത്യാസമുള്ളൂ അല്ലേ, മൈനസിൻ്റെ സീനിന് നോക്കുക, ബാക്കിയൊക്കെ നമുക്ക് തിരിച്ചെഴുതിയാൽ തന്നെ കിട്ടും. ക്ലിയർ. ഇനി അടുത്തൊരു സാധനമാണ് ഇൻ്റഗ്രൽ 1/x dx. നമ്മൾ എന്തിൻ്റെ ഡിഫറൻസിലായിരുന്നു 1/x, log x. സോ ആൻസർ വിൽ ബി log x പ്ലസ് സി. സോ ഇൻ്റഗ്രൽ 1/x dx ഈക്വൽ ടു log x. അടുത്തത് ഇൻ്റഗ്രൽ e⁻x dx. അത് തന്നെയാണ് e⁻x തന്നെയാണ്. ഓക്കെ, e⁻x ഡിഫറൻസിലായാലും ഇൻ്റഗ്രലായാലും സെയിം ആണ്. പിന്നെ ഇൻ്റഗ്രൽ 1/√1 - x² dx. ഇതെന്തിൻ്റെ ആയിരുന്നു, sin inverse x. ക്ലിയർ. Then similarly integral -1/√1 - x². -1 ആണെങ്കിൽ cos inverse x.
ഓക്കെ, അപ്പോൾ 1/√(1 - x²1 - x² ആണ് സൈൻ ഇൻവേഴ്സ് എക്സും, മൈനസിൻ്റെ 1/√(1 - x² dx ആണ് കോസ് ഇൻവേഴ്സ് എക്സും. അടുത്തത് ഇൻ്റഗ്രൽ 1/1 + x² dx. ഇതെന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ, മറ്റേ ടാൻ എക്സിൻ്റെ സെയിം അല്ലേ. പിന്നെ അടുത്തത് ഇൻ്റഗ്രൽ -1/x × (x²-1 dx). ഇതെന്താണ് സാധനം? ഇറ്റ് ഈസ് കോസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ കോസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഇതാണ് നമ്മൾ -1/x × (x²-1). അടുത്തത് ഇൻ്റഗ്രൽ 1/x × (x²-1 dx). ഇതിൻ്റെ ആൻസറാണ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ക്ലിയർ? അതുപോലെ ഇൻ്റഗ്രൽ -1/1 + x² dx ആണ് കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. 1/1 + x² dx ആണെന്ത്? -1/1 + x² dx ആണെന്ത്? കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഈ കോട്ട് ഇൻവേഴ്സ് എക്സ് പറയുന്ന പോലെ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്. എന്താണിതാ? ഇതുണ്ട്, ഇത് കോറിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഇവിടെ സാധാരണ ടാൻ ഇൻവേഴ്സ് എക്സ്, ഇവിടെ -1 കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇനി അതുപോലെ ഇതുപോലെ കോറിലേറ്റ് പഠിക്കുന്ന ഈ സാധനത്തിൻ്റെ ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സ്, ഇവിടെ -1 കോസ് ഇൻവേഴ്സ് എക്സ്. അതുപോലെ 1/x × (x²-1) എന്ന് പറഞ്ഞാൽ വിൽ ബി സീക്ക് ഇൻവേഴ്സ് എക്സ്, ഇവിടെ -1 ഇതെന്തായി കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഒരെണ്ണം പഠിക്കുക, അതിനെ കോറിലേറ്റ് ചെയ്തിട്ട് ബാക്കി സാധനങ്ങളും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഒരു കോൺസ്റ്റൻറ്റ് കെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് വിൽ ബി കെ × (x + c) അല്ലേ. നമ്മൾ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡി എക്സിനെ ഡിഫറൻഷ്യേറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഓക്കെ, അതാണ് ഇങ്ങനെ വന്നത്. അതുപോലെ ഇൻ്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാലോ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എക്സ് പ്ലസ് സി. ക്ലിയർ? നമ്മൾ എന്താ പറയുക? ഇൻ്റഗ്രൽ എക്സ് പ്ലസ് സി. 2-3 ഫംഗ്ഷനുകൾ നോക്കാം. ഇൻ്റഗ്രൽ x² dx എന്തായിരുന്നു? x⁻n+1 / n+1. സോ x⁻³ അല്ലേ, 2 + 1 3 / 3 + c. അടുത്തത് ഇൻ്റഗ്രൽ √(x dx). x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? x⁻½ dx എന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? x⁻³ / 3/2 അല്ലേ. n വരെ ഹാഫ് കൊടുത്താൽ പോരെ. അടുത്തത് ഇൻ്റഗ്രൽ 1/√(x dx). So it will be integral x⁻⁻² dx. So it will be x⁻⁻² + 1. So x⁻½ / half plus c. Okay, similarly integral x × (√x dx) എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ നമ്മൾ എഴുതുക എക്സിനെ ഇത് തന്നെ ഇൻറ്റു x⁻½ dx. അപ്പോൾ മൊത്തം എന്താ? ഒരു ഇൻ്റഗ്രൽ x⁻³ dx എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ x⁻³ dx നമുക്ക് എന്ത് ചെയ്താം? x⁻³ 3/2 + 1, അതായത് 5/2 / 5/2 + c. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇത്രയും ഇൻ്റഗ്രൽ ഫങ്ഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാൻ വേണ്ടിയുള്ളത്. അതായത് ഇത്രയും ഫോർമുലാസ് ആണ് കാര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. അതിന് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും നോക്കുകയാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ u ± v dx എന്ന് പറഞ്ഞാൽ എന്ത് വരും? അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഇൻ്റഗ്രൽ u dx ± ഇൻ്റഗ്രൽ v dx, അതാണ് അതിൻ്റെ ആൻസർ. ക്ലിയർ? അതുപോലെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ k × u dx ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കുക. k × u dx. ക്ലിയർ? k × u dx, ഇൻ്റഗ്രൽ ku × dx ആണ്. നേരത്തെ ഇൻ്റഗ്രൽ k dx ആയിരുന്നു. അതുകൊണ്ട് ഈ kനെ പുറത്തെടുക്കുക തന്നെയാണ് നേരത്തെ ചെയ്തത്. പക്ഷേ ഇൻ്റഗ്രൽ dx കിട്ടുമ്പോൾ എന്ത് കിട്ടും? x കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ x dx കിട്ടും. x കിട്ടുന്നതുകൊണ്ടാണ് ഇവിടെ x വന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ku dx എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി k × ഇൻ്റഗ്രൽ u dx. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇൻ്റഗ്രൽ 2 sin x എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക 2 × ഇൻ്റഗ്രൽ sin x. ഇൻ്റഗ്രൽ sin x എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എന്താണ്? -cos x. അപ്പോൾ -2 cos x + c. അതുപോലെ ഇൻ്റഗ്രൽ 4 sec x tan x എന്ന് പറഞ്ഞാൽ എന്താണ്?
4 പുറത്തെടുക്കുക, ഇൻ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സീക്ക് എക്സ്. അപ്പോൾ 4 സീക്ക് എക്സ് പ്ലസ് സി. ക്ലിയർ? അതുപോലെ ഇൻ്റഗ്രൽ 10 കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 10 പുറത്തെടുക്കുക, ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് ഇറ്റ് വിൽ ബി 10 സൈൻ എക്സ് പ്ലസ് സി. ക്ലിയർ? അതേപോലെ ഇൻ്റഗ്രൽ 2 ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ 2 പുറത്തെടുക്കുക, ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ്. സോ ഇറ്റ് വിൽ ബി 2 ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് സി. ക്ലിയർ? അതുപോലെ ഇൻ്റഗ്രൽ 3 സൈൻ എക്സ് പ്ലസ് 4 കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഇറ്റ് വിൽ ബി 3 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് 4 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ്. സോ ആൻസർ വിൽ ബി 3 ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് വെച്ചാൽ മൈനസ് കോസ് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് വെച്ചാൽ സൈൻ എക്സ്. അപ്പോൾ -3 cos x plus 4 sin x plus c. ക്ലിയർ? അപ്പോൾ എല്ലാം നമ്മുടെ ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് പരിപാടികൾ മൊത്തം. വേറെ സംഭവവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഫോർമുല അറിയുകയാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെയാണ് 4 ഇ റേസ് ടു എക്സ് പ്ലസ് 2/x ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് ഡി എക്സ്. നമ്മളെങ്ങനെ ചെയ്യും? 4 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് റേസ് ടു, ഇവിടെ 1/2 ഉണ്ട്, എക്സ് റേസ് ടു 1/2 ഉണ്ട്, എക്സ് റേസ് ടു 1 കൊണ്ട് 1/2, അപ്പോൾ മൊത്തം എക്സ് റേസ് ടു 3/2 എന്ന് ഇവിടെ കിട്ടും. അത് മുകളിലേക്ക് വരുമ്പോൾ എക്സ് റേസ് ടു -3/2 ഡി എക്സ്. ക്ലിയർ? അപ്പോൾ ആൻസർ വന്നിട്ട് 4 ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് റേസ് ടു -3/2 പ്ലസ് 1 divided by -3/2 plus 1. So answer will be 4 is e raised to x plus 2 into -3/2 plus -3 plus 2/2. So -1/2 into -1/2 into x raised to -1/2. So answer will be 4 into e raised to x -4 അല്ലല്ലോ കിട്ടുക, -1/2 -3/2 plus 1 അല്ലേ, -3 plus 2 മുകളിലേക്കാണ് വരിക അല്ലേ. അപ്പോൾ -4 -4 ഇൻറ്റു എക്സ് റേസ് ടു 1/2 പ്ലസ് സി അല്ലേ. ആണ് എക്സ് റേസ് ടു -1/2 അല്ലേ, എക്സ് റേസ് ടു -1/2. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇ റേസ് ടു എക്സ് -4, ഈ -1/2 താഴെ വരുമല്ലോ, അപ്പോൾ എക്സ് റേസ് ടു ഹാഫ് പ്ലസ് സി എന്ന് എഴുതാം. ക്ലിയർ? ഇതാണ് ഓരോ ടൈപ്പ് ഓഫ് നമ്മുടെ ഈ ഇൻ്റഗ്രൽസ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോർമുല എടുത്ത് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, ചെയ്യുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. സിമിലർലി ഒരെണ്ണം കൂടി ചെയ്യാം. ഇൻ്റഗ്രൽ x² ഇൻറ്റു എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ x പ്ലസ് 1 ഹോൾ സ്ക്വയർ x² പ്ലസ് 2x പ്ലസ് 1 ഇൻറ്റു ഡി എക്സ്. സോ ആൻസർ ബി ഇൻ്റഗ്രൽ x റേസ് ടു 4 പ്ലസ് 2x³ പ്ലസ് x² ഡി എക്സ്. സോ ഇറ്റ് വിൽ ബി x റേസ് ടു 5/5 പ്ലസ് 2x റേസ് ടു 4/4 പ്ലസ് x റേസ് ടു 3/3 പ്ലസ് സി. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് എന്ത് ചെയ്യാം, ചെയ്യാം. ഓക്കെ. നമുക്ക് ഫോർമുല അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ഒറ്റ കൺസ്ട്രെയിനേ ഉള്ളൂ. ഓക്കെ. ഇനി കുറച്ച് ട്രിഗ്നോമെട്രീൻ്റെ ഒരു ടൈപ്പ് പ്രോബ്ലം തരാം. 3 cos x പ്ലസ് 4 ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്നാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യുക, സെപ്പറേറ്റ് എടുക്കുക. അപ്പോൾ 3 cos x ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 4 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എടുക്കുക. ക്ലിയർ? ഇനി നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഇൻ്റഗ്രൽ 3 ഇൻറ്റു കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്നാക്കുക. ഓക്കെ. ഇതൊക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് വരുമ്പോഴേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതൊക്കെ പുറത്തെടുത്തു. അപ്പോൾ 4 ഇൻറ്റു 1 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ക്ലിയർ? ദെൻ 3 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് നമുക്ക് എന്ത് എഴുതാം, കോട്ടെക്സ് എന്ന് എഴുതാം. 1 സൈൻ എക്സ് നമുക്ക് എന്ത് എഴുതാം, കൊസീക്കൻഡ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. പ്ലസ് 4 ഇൻറ്റു ഇൻ്റഗ്രൽ 1 സൈൻ സ്ക്വയർ എക്സ് നമുക്ക് എന്ത് എഴുതാം, കൊസീക്കൻഡ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. സോ ആൻസർ വിൽ ബി 3 കോട്ടെക്സ് കൊസീക്കൻഡ് എക്സ് എന്ന് വരും. ഇറ്റ് വിൽ ബി മൈനസ് കൊസീക്കൻഡ് എക്സ് അല്ലേ. അപ്പോൾ മൈനസ് കൊസീക്കൻഡ് എക്സ് പ്ലസ് കൊസീക്കൻഡ് സ്ക്വയർ എക്സ് എന്താണ്, മൈനസ് കോട്ടെക്സ് ആണ്. അപ്പോൾ -3 കൊസീക്കൻഡ് എക്സ് -4 കോട്ടെക്സ് പ്ലസ് സി. ക്ലിയർ? അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതാണ് നമ്മുടെ കയ്യിലുള്ള ഫോർമുല ആ രീതിയിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുക, ആ രീതിയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ കൺസ്ട്രെയിൻ. ഓക്കെ. ഒരെണ്ണം കൂടി നോക്കാം. 3 + 2 + 3 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുക.
2 by cos square x dx plus 3 sin x by cos square x dx. അപ്പോൾ 2 പുറത്തെടുക്കുക, 1 by cos square x dx plus 3 into integral sin x divided by cos x into cos x എന്നാക്കാം. അപ്പോൾ 2 into 1 by cos square x നമുക്ക് എങ്ങനെ എഴുതാം? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇൻ്റഗ്രൽ sec square x dx plus 3 into integral sin x by cos x പകരം tan x 1 by cos x പകരം എന്ത് ചെയ്യണം? 1 by cos x പകരം നമ്മൾ sec x എന്ന് എഴുതണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ഫോമിൽ കിട്ടി? 2 into integral sec square x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ബി 2 into tan x പ്ലസ് 3 into tan x sec x എന്ന് വെച്ചാൽ sec x പ്ലസ് c. ദിസ് ഈസ് യുവർ ആൻസർ. ഓക്കെ, അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിലെ ഉള്ള പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തോ. ഇൻ്റഗ്രൽ cos 2x ഇൻറ്റു cos square x ഇൻറ്റു sin square x dx. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മൈനസ് കോട്ട് എക്സ് മൈനസ് ടാൻ എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ cos 2x മാറ്റുക, എന്ത് ചെയ്യുക? cos square x മൈനസ് sin square x എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് ഡിവിഷൻ ചെയ്ത് ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇൻ്റഗ്രൽ cosecant square x മൈനസ് ഇൻ്റഗ്രൽ sec square x dx എന്ന് വരും. സോ ആൻസർ വിൽ ബി മൈനസ് കോട്ട് എക്സ് മൈനസ് ടാൻ എക്സ്. ഓക്കെ, ഒരു പ്രോബ്ലം ഞാൻ ചെയ്യാം. ഡിവൈഡഡ് ബൈ sin square x ഇൻറ്റു cos square x ആണ് കേട്ടോ. സോ ഇറ്റ് വിൽ ബി ഇൻ്റഗ്രൽ sin cube x divided by sin square x into cos square x dx plus integral cos cube x divided by sin square x into cos square x dx. Okay, അപ്പോൾ ഇൻ്റഗ്രൽ sin square x കട്ടായി. അപ്പോൾ sin square x divided by cos square x dx plus integral cos cube x divided by sin square x into cos square x dx. So it will be integral what you call integral sin x divided by cos x into cos x dx plus integral ഇത് കട്ടാവുമല്ലോ cos square x ഇതും cos x divided by sin x into sin x അല്ലേ. അപ്പോൾ ഇത് മാത്രം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്? ഇത് tan x ആണ്. ഇതെന്താണ്? 1 by cos x എന്ന് പറഞ്ഞാൽ എന്താണ്? sec x ആണ്. സോ ഇൻ്റഗ്രൽ അത് പ്ലസ് ഇൻ്റഗ്രൽ cos x by sin x എന്ന് പറഞ്ഞാൽ എന്താണ്? cot x ആണ്. ഇൻ്റഗ്രൽ 1 by sin x എന്ന് പറഞ്ഞാൽ എന്താ? cosecant x dx. അപ്പോൾ ഇൻ്റഗ്രൽ tan x sec x എന്ന് പറഞ്ഞ സാധനമാണ് എന്ത്? secant x. cot x cosec x ആണ് എന്ത്? മൈനസ് cosecant x. ഓക്കെ, പ്ലസ് c. സോ ദിസ് ഈസ് യുവർ ആൻസർ. ഇൻ്റഗ്രൽ sec x മൈനസ് cosecant x പ്ലസ് c ഈക്വൽ ടു ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ് ഓഫ് നമ്മുടെ സാധാരണ ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇനി ഇതുപോലെ 2-3 മെത്തേഡ്സ് ഉണ്ട് ഇൻ്റഗ്രേഷൻ്റെ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ. അപ്പോൾ ആ ഇൻ്റഗ്രൽസിൻ്റെ ഏതൊക്കെ ഫോമുകളാണെന്ന് നമുക്ക് എന്ത് ചെയ്യും? പറയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അപ്ലിക്കേഷൻസിലേക്ക് പോകും. അതാണ് സിലബസിലെ രണ്ടാമത്തെ പോർഷൻ. ഓക്കെ, ഫസ്റ്റ് പോർഷൻ്റെ ഒരു ബേസിക് ഐഡിയയും അതുപോലെ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ഇൻ്റഗ്രേഷൻ്റെ പ്രോബ്ലംസ് എന്തായാലും ചോദിക്കും, കാരണം എളുപ്പമാണ് ചെയ്യാൻ. നമുക്ക് ആ ഫോമുല അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ കൂടുതൽ പ്രോബ്ലംസും കൂടുതൽ ഫോർമുലാസായിട്ട് എന്ത് ചെയ്യാം? കാണാം. ഓക്കെ, അപ്പോൾ we will be seeing in your next class. Okay then, thank you.